ഇറാനിലെ ശരീഅത്ത് ഭരണകൂടത്തിനെതിരെ ശക്തമായ നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിച്ചവരായിരുന്നു എക്കാലത്തും അവിടുത്തെ പൗരന്മാരിൽ ബഹുഭൂരിപക്ഷവും. സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും ഇറാനെ ആധുനികവൽക്കരിച്ചുകൊണ്ട് മെച്ചപ്പെട്ട നിലയിൽ മുമ്പോട്ട് നയിച്ച പഹൽവി ഭരണകൂടത്തിൽ നിന്ന് സ്വേച്ഛാധിപതികളും മത തീവ്രവാദികളുമായ ആയത്തുള്ളമാരിലേക്ക് ഭരണം മാറ്റപ്പെട്ട കാലം മുതൽ സ്വന്തം പുരോഗതിയുടെ കടയ്ക്കൽ കത്തിവെക്കുന്ന തരത്തിലുള്ള അബദ്ധമാണ് തങ്ങൾക്ക് പറ്റിയതെന്നുള്ള തിരിച്ചറിവിൽ ഇറാനിലെ ജനങ്ങൾ തങ്ങളെ കൊണ്ട് ആകുന്നത് പോലെയെല്ലാം പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാത്തരം പ്രതിഷേധങ്ങളെയും കരുണയില്ലാതെ അടിച്ചൊതുക്കിയ ആയത്തുള്ളമാരുടെ മതഭരണകൂടം കരിനിയമങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നതിനാൽ പേർഷ്യൻ പൗരന്മാരിൽ മിക്കവരും മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടി പോവുകയും അവിടെ നിന്ന് ഇറാനിലെ സ്വേച്ഛാധിപത്യ ഭരണകൂടം നിലം പൊത്തുന്നത് കാണാൻ കാത്തിരിക്കുകയുമാണ്. ഖമേനിമാർക്കൊപ്പം നിന്നുകൊണ്ട് കിരാതമായ നിയമങ്ങൾ പുറത്തിറക്കി ഇറാനിലെ ജനങ്ങളെ ഇഞ്ചിഞ്ചായി കൊന്നുതള്ളിയ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പോലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ഇറാനികളും ഇറക്കി വെച്ചത് മതഭരണകൂടത്തോടുള്ള തങ്ങളുടെ കലിപ്പും അടക്കാനാകാത്ത ധാർമ്മിക രോക്ഷവുമായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇറാനിലെ മതഭരണകൂടത്തിനെതിരെ ആഭ്യന്തര പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുകയാണ്. എന്നാൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനാകാത്ത വിധത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ് എന്നതും ഇപ്പോൾ അങ്ങേയറ്റം ആവേശവും കൗതുകവും ഉണർത്തുന്ന കാഴ്ചകളായി മാറിയിരിക്കുകയാണ്. ഇറാനിൽ ഇപ്പോൾ ഭരണകൂടത്തിനെതിരെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ ചൊല്ലിയുള്ള പ്രതിഷേധമാണ്. ഡിസംബറിൽ ഔദ്യോഗികമായി 42.5% ഉയർന്ന കറൻസി മൂല്യ തകർച്ച, സാമ്പത്തിക സ്തംഭനം, ഉയർന്ന പണപ്പെരുപ്പം എന്നിവ കൈകാര്യം ചെയ്തതിൽ സർക്കാരിന് സംഭവിച്ച പിടിപ്പുകേടിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രക്ഷോഭങ്ങളുടെ തുടക്കത്തിൽ തന്നെ പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് 7 പേരോളം കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഇറാന്റെ സായുധ നീക്കങ്ങളെ എക്കാലത്തും സംശയത്തോടെ മാത്രം വീക്ഷിച്ചിരുന്ന അമേരിക്ക ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് രംഗത്തിറങ്ങുകയും സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ കാരണമില്ലാതെ തൊട്ടാൽ അമേരിക്ക അവർക്ക് വേണ്ടി രംഗത്തിറങ്ങുമെന്നും കളി കാര്യമാകുമെന്നും വ്യക്തമാക്കി രംഗത്ത് വന്നതോടെ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വീണ്ടും സംഘർഷഭരിതമായി മാറിയിരിക്കുകയാണ്. സമാധാനപരമായി പ്രതിഷേധിച്ച പ്രതിഷേധക്കാരെ ഇറാൻ വെടിവെച്ച് കൊല്ലുകയും കൊലപ്പെടുത്തുകയും ചെയ്താൽ അത് അവരുടെ പതിവാണെന്നും എന്നാൽ ഇത്തവണ അമേരിക്ക അവരുടെ രക്ഷയ്ക്ക് എത്തുമെന്നും ഞങ്ങൾ തിരക്കിലാണ് എന്നാൽ അങ്ങോട്ട് പോകാൻ തയ്യാറാണെന്നും ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി എന്നും വ്യക്തമാക്കിക്കൊണ്ട് അമേരിക്കയുടെ നീക്കത്തെക്കുറിച്ച് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചതോടെയാണ് കളി കാര്യമാകുമെന്ന് വ്യക്തമായത്. അങ്ങനെയെങ്കിൽ പ്രക്ഷോഭകരെ അടിച്ചമർത്താമെന്ന് കരുതി അരയും തലയും മുറുക്കി കാത്തു നിൽക്കുന്ന ഇറാനിലെ മത പോലീസിന്റെയും ശരീഅത്ത് പട്ടാളത്തിന്റെയും കാര്യങ്ങൾ കട്ടപ്പുകയാവുകയും പിന്നാലെ മതഭരണകൂടം തന്നെ നിലം പൊത്തുകയും ചെയ്തേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഹിജാബ് തലയിൽ നിന്ന് മാറിക്കിടന്നു എന്ന കാരണം പറഞ്ഞ് ഇറാനിലെ മത പോലീസ് ചവിട്ടിക്കൊന്ന മഹ്സ അമീനിയുടെ മരണത്തെ തുടർന്നുണ്ടായ കലാപത്തിനും പ്രക്ഷോഭത്തിനും ശേഷമുണ്ടാകുന്ന അതിശക്തമായ പ്രക്ഷോഭമാണിത്. സംഘർഷത്തിൽ 7 പേർ കൊല്ലപ്പെട്ടത് കൂടാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെടുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഇറാൻ അധികൃതർ സ്ഥിരീകരിച്ചത്. പടിഞ്ഞാറൻ ഇറാനിലെ ലോർദഗൻ, മധ്യപ്രവേശിയയിലെ ഇസ്ഫഗാൻ എന്നീ നഗരങ്ങളിൽ സുരക്ഷാ സേനയും സമരക്കാരും തമ്മിലുണ്ടായ സംഘർഷങ്ങളിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടെന്നും അനൌദ്യോഗിക വിവരമുണ്ട്. പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാനിൽ കറൻസി മൂല്യം കുത്തനെ ഇടിയുകയും നാണിപ്പെരുപ്പം 42.5% ഉയരുകയും ചെയ്തതോടെ ഭക്ഷണത്തിനും വീട്ടു സാധനങ്ങൾക്കും തീ വിലയാവുകയും കടകളടച്ച് വ്യാപാരികൾ പ്രതിഷേധത്തിനും തുടക്കമിടുകയും ചെയ്തു. പിന്നാലെ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയതോടെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി പടരുകയായിരുന്നു. പ്രക്ഷോഭകരെ വെറുതെ വിട്ടാലും നേരിട്ടാലും ഇറാന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് ലോകം ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതിനിടയിൽ ഇറാനെ ആക്രമിക്കാൻ നിരന്തരമായി കോപ്പുകൂട്ടി കാത്തിരിക്കുന്ന ഇസ്രായേലിന്റെ നടപടികളെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയും ചെയ്തതോടെ കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇറാനെതിരെയായിരിക്കുകയാണ്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നീക്കങ്ങളെ നിസ്സാരമാക്കി തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്ത് വന്നെങ്കിലും അധികം വൈകാതെ ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് തന്നെ ഇറാനെ നിരായുധീകരിക്കണമെന്നുള്ളത് ഇസ്രായേൽ തങ്ങളുടെ ടാർഗറ്റായി മാറ്റിയിരിക്കുകയാണ്.
ഇറാനെതിരെയുള്ള എല്ലാത്തരം നീക്കങ്ങളെയും തത്വത്തിൽ പിന്തുണച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ ട്രംപ് ഇറാന് നേരിട്ട് താക്കീതുകൾ നൽകുക കൂടി ചെയ്തതോടെ ഇറാന്റെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്.